വരച്ചു കാട്ടുകയും അവിടെ ഇരുന്ന് കുത്തിരുന്ന് ഇവിടുത്തെ എന്തെല്ലാമാണോ ഇവിടുത്തെ സൗകര്യങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ പ്രചോദിപ്പിക്കുകയും ലക്ഷങ്ങൾ ഈ സ്ഥാപനത്തിന് വേണ്ടി തരുകയും ചെയ്ത ആ വ്യക്തി അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അതേപോലെ തന്നെ ഇതിന് വേണ്ടി ഒരുപാട് വിദ്യാർത്ഥികൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ, അതേപോലെ തന്നെ നമ്മുടെ ഉസ്താദന്മാർ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാഹ് അകമഴിഞ്ഞ സഹായങ്ങളെ കൊണ്ടാണ് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് 7500ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ആ ഒരു ബിൽഡിങ്ങിൽ അൽഹംദുലില്ലാഹ് 4 ക്ലാസ് റൂമുകളും അത് വിശാലമായ ഒരു താമസ സൗകര്യവും ടോയ്ലറ്റ്, ബാത്റൂം, ക്യാൻറ്റീൻ ഉൾപ്പെടുന്ന 7500ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ബിൽഡിംഗ് അൽഹംദുലില്ലാഹ് 80 ലക്ഷം ഉറുപ്പികയോളം ചെലവഴിച്ച് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഒരുപാട് അതിൻ്റെ മുന്നിൽ ഒരുപാട് നിമിത്തങ്ങളുണ്ട്. ഒന്നാമതായി പറയാനുള്ളത് നമ്മുടെ ഈ ഇരിക്കുന്ന സയ്യിദന്മാരാണ്. അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനത്തിൻ്റെ പണി തുടങ്ങിയത് മുതൽ ഓരോരോ കാര്യങ്ങൾക്കും അവിടെ നിന്ന് സമീപിക്കുമ്പോൾ വളരെ നല്ല നിലക്കുള്ള പെരുമാറ്റവും ആ ഒരു പിന്തുണയും എല്ലാ നിലക്കും സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി എല്ലാ നിലക്കുമുള്ള പിന്തുണ നൽകിയ 2 മഹാന്മാരായ സാദാത്യങ്ങളുടെ നേതൃത്വം കൊണ്ടാണ് ഇത് നമുക്ക് പൂർത്തീകരിച്ചത്. ഈ സ്ഥാപനം എന്ന് പറയും പോലെ ചില ഓഫ് ക്യാമ്പസുകളെല്ലാം ചില മഹല്ലിലുള്ള അവിടുത്തെ മഹല്ലുകാരായിരിക്കും ചിലപ്പോൾ ശമ്പളം അത് കൊടുക്കൽ. ഇവിടെ അങ്ങനെയല്ല. ഈ മഹത്തായ സ്ഥാപനം എന്ന് പറയുമ്പോൾ നമ്മുടെ മദ്ഹർ എന്ന മഹനീയ സ്ഥാപനം നേരിട്ട് നടത്തുന്ന ഇവിടുത്തെ ശമ്പളവും ഇവിടുത്തെ ഭക്ഷണങ്ങളെല്ലാം അവിടുന്ന് കേന്ദ്രത്തിൽ നിന്ന് വന്ന് ഇവിടുത്തെ ചെലവുകൾ നോക്കുന്ന ഒരു ക്യാമ്പസാണ് ഇത്. അൽഹംദുലില്ലാഹ് ഈ ക്യാമ്പസിലെ ഈ പുതിയ ബിൽഡിങ്ങിന് വേണ്ടി എല്ലാ നിലക്കുമുള്ള പ്രചോദനം നൽകിയ 2 സയ്യിദന്മാർ. രണ്ടാമതായി പറയാനുള്ളത്, നാം ഇതിൻ്റെ പ്രവർത്തനത്തിന് ഇറങ്ങിച്ചെന്നപ്പോൾ വളരെ അൽഹംദുലില്ലാഹ് പല ആളുകളും നമ്മെ മാടി വിളിക്കുന്നത് പോലെ ഞങ്ങൾ കരുതിയതിലപ്പുറം, ഞങ്ങൾ ഒരുപക്ഷെ ചെറിയ നാണയത്തുണ്ടുകളാണ് കരുതിയിട്ടുണ്ടെങ്കിൽ അതിലപ്പുറമാണ് നമുക്ക് ഓരോരുത്തരും സംഭാവന ചെയ്ത് ഒരുപാട് ആളുകളുണ്ട് നമുക്ക് ഇതിന് ഡോറ് തന്ന്, ഇതിന് വാതിലുകൾ തന്ന്, ഇതിന് കട്ടലുകൾ തന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തന്ന ഒരുപാട് നല്ല കരങ്ങളുണ്ട്. അതിനു വേണ്ടി സഹായിച്ച ഒരുപാട് നല്ല കരങ്ങൾ അല്ലാഹു തആല അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ഇതിനു വേണ്ടി എല്ലാം അവർ നല്ല മനസ്സോടുകൂടെ, ഒരുപക്ഷെ ഈ സ്ഥാപനം കാണാത്ത വ്യക്തികളടക്കം ഇതിന് 2 ലക്ഷം ഉറുപ്പികയോളം ഒരു വ്യക്തി തന്നിട്ടുണ്ട്. സ്ഥാപനങ്ങൾ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ നമ്മുടെ ദൂരത്തിൽ നിന്നും 50,000 ലക്ഷങ്ങൾ തന്ന് ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി സഹായിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പിന്നിൽ ഞാൻ മനസ്സിലാക്കുന്നത് വന്യരായ സയ്യിദ് ഉമറുൽ ഫാറൂഖ് ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങൾ ഉസ്താദിൻ്റെ വിശാലമായ ആ നിയ്യത്തിൻ്റെ പ്രതിഫലമായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിലക്ക് ഇവിടുത്തെ വിദ്യാർത്ഥികൾ, ഉസ്താദന്മാർ എല്ലാം ഇറങ്ങിച്ചെന്നപ്പോൾ അൽഹംദുലില്ലാഹ് വലിയൊരു തുക നല്ല നിലക്ക് അത് സ്വരൂപിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. മൂന്നാമതായി പറയാനുള്ളത്, അൽഹംദുലില്ലാഹ് ഈ ഒരു നല്ല നിലക്കുള്ള പ്രവർത്തനത്തിന് വേണ്ടി പ്രചോദനം ചെയ്ത് ഞങ്ങളെ വളർത്തിയെടുത്ത നമ്മുടെ ഗുരുവര്യന്മാരാണ്. അൽഹംദുലില്ലാഹ് മഹനീയമായ ജാമിയ സഅദിയ അറബിയ എന്ന സ്ഥാപനം നമുക്ക് ദീർഘമായ 10 വർഷം അവിടെ പഠിക്കുകയും അൽഹംദുലില്ലാഹ് ആ പഠന ജീവിതത്തിൽ നമുക്കൊരുപാട് അനുഭവങ്ങൾ ആ സ്ഥാപനം കൈമാറിയിട്ടുണ്ട്. ചില രക്ഷിതാക്കളൊക്കെ മനസ്സിലാക്കും, ചില സ്ഥാപനങ്ങളിൽ സ്ഥാപനത്തിൻ്റെ പിരിവിന് പോകുമ്പോൾ രക്ഷിതാക്കളും അതേപോലെ തന്നെ ഉമ്മമാരും ചില വിഷമങ്ങൾ അറിയിക്കാറുണ്ട്. അതല്ല, സ്ഥാപനത്തിൽ പഠിച്ചാൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ, അവിടെ കിട്ടുന്ന ജീവിതത്തിലുള്ള ഉയർച്ചകൾ ഒരുപാടുണ്ട്. അൽഹംദുലില്ലാഹ് നമ്മുടെ സ്ഥാപനത്തിലെ നമുക്ക് നൽകിയ ഉസ്താദന്മാർ, നമ്മുടെ ഗുരുവര്യന്മാർ നൽകിയ ആ ഒരു കൃത്യമായ നസീഹത്തും അവർ കൃത്യമായ നൽകിയ ആശയം അൽഹംദുലില്ലാഹ് നമുക്ക് ഇതിന് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം നൽകി എന്നുള്ളതാണ്. വന്യരായ ശൈഖുന KK ഉസ്താദ് അവർകൾ, അതേപോലെ തന്നെ വന്യരായ ഉബൈദ് സഅദി ഉസ്താദ് അവർകൾ, അതേപോലെ തന്നെ വന്യരായ ശൈഖുന ബഹുമാനപ്പെട്ട KC റോഡ് ഉസ്താദ് ഉൾപ്പെടെയുള്ള നമ്മുടെ സഅദിയിൽ പഠിപ്പിച്ച ഗുരുവര്യന്മാർ അവർ നൽകിയ പ്രചോദനമാണ്. ഇവിടെ ഏകദേശം 4ഓളം സഅദി പണ്ഡിതന്മാർ ഭൗതികവും ധാർമ്മികവും എല്ലാ നിലക്കും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മുദരിസന്മാർ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് ഈ നിലക്ക് നമുക്ക് ഇത് പൂർത്തീകരിക്കാനുള്ള ഒരുപാട് നിമിത്തങ്ങൾ, ശക്തികൾ നമ്മുടെ പിന്നിൽ പ്രവർത്തിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് ഇത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ മഹത്തായ യോഗം
നമുക്ക് ആമുഖ പ്രാർത്ഥന നൽകി തന്ന നമ്മുടെ വന്യരായ സയ്യിദ് ശംസുദ്ദീൻ തങ്ങൾ ഉസ്താദ്, നമുക്കറിയാം നമ്മുടെ എല്ലാ നിലക്കുമുള്ള ആത്മീയമായ ചികിത്സക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ നാടിൻ്റെ നേതൃത്വമായ വന്യരായ സയ്യിദ് ശംസുദ്ദീൻ തങ്ങൾ ഉസ്താദ് അവർക്ക് എല്ലാവിധ സ്വാഗതങ്ങൾ നേരുകയാണ്. അതേപോലെ തന്നെ ഈ മഹത്തായ വേദി അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ എല്ലാമായ വന്യരായ സയ്യിദ് ഷഹീർ തങ്ങൾ ഉസ്താദ് അവറുകളാണ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദിന് എല്ലാവിധ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. അതേപോലെ തന്നെ ഈ മഹത്തായ വേദി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ വന്യരായ ഷെയ്ഖുന കെ ഉസ്താദ് അവറുകളാണ്. അൽഹംദുലില്ലാ, ഉസ്താദ് അവറുകൾ നമ്മുടെ സ്ഥാപനത്തിൽ ജാമിയ സഅദിയ അറബിയ എന്ന മഹനീയമായ സ്ഥാപനത്തിൻ്റെ സദർ മുദരിസായി ദീർഘകാലം അവിടുത്തെ മുദരിസായി സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീർഘകാലം അവിടുത്തെ തണൽ ആസ്വദിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്യരായ ഉസ്താദ് അവറുകൾക്ക് എല്ലാവിധ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. അതേപോലെ തന്നെ ഈ മഹത്തായ വേദി നമുക്ക് അനുഗ്രഹ പ്രഭാഷണം നടത്തി തരുന്ന വന്യരായ ബഹുമാനപ്പെട്ട ഉബൈദുല്ലാഹി സഅദി ഉസ്താദ് അന്നദവി ഉസ്താദ് അവറുകളാണ്. നമുക്കറിയാം സ്ഥാപനത്തിൻ്റെ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഉസ്താദ് അവറുകൾ. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ ഈ മഹത്തായ വേദിയിൽ പ്രഭാഷണം നടത്തി തരുന്ന വന്യരായ ബഹുമാനപ്പെട്ട KC റോഡ് ഉസ്താദ് അവറുകളാണ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ നമുക്ക് പ്രഭാഷണം നടത്തി തരുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ സയ്യിദി ഉസ്താദ് അവറുകളാണ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മുടെ ഈ മഹത്തായ വേദിയിൽ പ്രസംഗിക്കാനിരിക്കുന്ന സലാം ഉസ്താദ് കുബ്ബണ്ണൂർ, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ, സ്വാഗതം അറിയിച്ചു കൊള്ളുന്നു. അതേപോലെ തന്നെ അഹമ്മദ് ബാക്കവി ഉസ്താദ് ഉച്ചില ഉസ്താദ് അവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, സ്വാഗതം അർപ്പിച്ചു കൊള്ളുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ ഉദ്ഘാടന സെക്ഷനിൽ നമുക്ക് നിറസാന്നിധ്യമായിരുന്ന പാത്തൂർ സക്കാഫി ഉസ്താദ് അവറുകൾ, അതേപോലെ തന്നെ സക്കരിയ ഫൈസി ഉസ്താദ് അവറുകൾ, അവരെ അഭാവത്തിലും സ്വാഗതം അറിയിച്ചു കൊള്ളുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ പതാക ഉയർത്തൽ ചടങ്ങിന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ സലാം തങ്ങൾ ഉസ്താദ് അവറുകൾ, അവർക്കും സ്വാഗതം അറിയിച്ചു കൊള്ളുന്നു. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട KS തങ്ങൾ ഉസ്താദ് അവറുകൾ ഈ വേദിയിലുണ്ട്, സ്വാഗതം അറിയിച്ചു കൊള്ളുന്നു. അതേപോലെ തന്നെ മോണ്ടുകോളി അബൂബക്കർ സിദ്ദീഖ് അവറുകളും നമ്മുടെ സ്റ്റേജിലുണ്ട്, സ്വാഗതം അറിയിച്ചു കൊള്ളുന്നു. അതേപോലെ തന്നെ നമ്മുടെ അബ്ദുറഹ്മാൻ സഅദി ഉസ്താദ് സ്വാഗതം അറിയിച്ചു കൊള്ളുന്നു. നമ്മുടെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് താജുദ്ദീൻ അവറുകൾ എല്ലാവിധ സ്വാഗതം അറിയിച്ചു കൊള്ളുന്നു. അതേപോലെ തന്നെ നമ്മുടെ മീഞ്ച പഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ് നമ്മുടെ ഈ സ്ഥാപനം നിലകൊള്ളുന്ന മീഞ്ച പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് നമ്മുടെ താജുദ്ദീൻ അവറുകളുണ്ട്, സ്വാഗതം അറിയിച്ചു കൊള്ളുന്നു. അതേപോലെ തന്നെ മഞ്ചേശ്വരം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ബഷീർ അവറുകളുണ്ട്, സ്വാഗതം അറിയിച്ചു കൊള്ളുന്നു. അതേപോലെ തന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെ സൈഫുള്ള തങ്ങൾ അവറുകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. ഉമർ മദനി ഉസ്താദ് അവറുകളുണ്ട്. നമ്മുടെ മഞ്ചേശ്വരം ജുമാഅത്ത് പള്ളിയുടെ വൈസ് പ്രസിഡന്റ് അത്താവുള്ള തങ്ങൾ നമ്മുടെ സ്റ്റേജിലുണ്ട്. അങ്ങനെ ഒരുപാട് ഉമറാക്കൾ, നമ്മുടെ തലക്കള ഹാജി സൈനുദ്ദീൻ ഹാജി, അതേപോലെ തന്നെ നമ്മുടെ അബ്ദുറഹ്മാൻ ഹാജി PDP, അതേപോലെ തന്നെ മൊയ്തു ഹാജി ജിദ്ദ, അതേപോലെ തന്നെ മുസ്തഫച്ച, അങ്ങനെ സ്റ്റേജിൽ ഒരുപാട് ഉമറാക്കളുണ്ട്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറയുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ മഹത്തായ സദസ്സിലിരിക്കുന്ന ഒരുപാട് ഉമറാക്കൾ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, ഉമ്മ പെങ്ങന്മാർ, എല്ലാവർക്കും അതേപോലെ തന്നെ നമ്മുടെ അബൂബക്കർ ഹാജി ബൊള്ളായി നമ്മുടെ സ്ഥാപനത്തിൻ്റെ എല്ലാ നിലക്കും സഹകാരിയാണ്.
അന്തൊഞ്ഞിച്ച സുള്ളിയ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി സഹകരിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഈ സദസ്സിലും സ്റ്റേജിലുമായിട്ടുണ്ട്. എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മഹത്തായ വേദി ഔപചാരികമായി ഉദ്ഘാടന ക്രമം നിർവഹിക്കാൻ വേണ്ടി വന്യരായ ശൈഖുന കെ ഉസ്താദ് അവറുകളെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ ഖാതിമിൻ നബിയ്യീൻ വ ഇമാമിൽ മുത്തഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വത്താബിഈൻ വസായിരി സ്വാലിഹീൻ വബഅദു. സ്റ്റേജിൽ അണിനിരന്ന സാദാത്യങ്ങൾ, വിശിഷ്ട അതിഥികൾ, ഉസ്താദുമാർ, സദസ്സിൽ സന്നിധരായ രക്ഷിതാക്കൾ, നല്ലവരായ നാട്ടുകാർ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, നാം വളരെ മഹത്തായ ഒരു സംരംഭത്തിൽ സമ്മേളിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ വിനീതന് ക്ഷണിക്കപ്പെട്ടപ്പോൾ അല്പം വൈമനസ്യം കാണിച്ചിരുന്നു. ജാമിയ സഅദിയിൽ പരീക്ഷ നടക്കുന്നതിനാൽ ചില വിഷമം പ്രകടിപ്പിച്ചു. അപ്പോഴാണ് പറഞ്ഞത്, ഈ ക്യാമ്പസിൽ പല 4ഓളം സഅദിമാർ അധ്യാപനം നടത്തുന്നുണ്ട്. അതിൻ്റെ പുറമെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ഒരു സഅദി പണ്ഡിതന എന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷപൂർവ്വം മറ്റ് വിഷമങ്ങൾ നീക്കി വെച്ചുകൊണ്ട് ആഷണം സ്വീകരിച്ചു. അല്ലാഹു തആല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ നല്ലവരായ ആളുകൾക്കും അല്ലാഹു തആല തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. അത് കാരണമായി ഇഹത്തിലും പരത്തിലും നമ്മെ വിജയികളിൽപ്പെടുത്തുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇത്തരം സ്ഥാപനങ്ങൾ ആ സമൂഹത്തിന് ആവശ്യമുണ്ടോ ഇല്ലേ? വടക്കേ അറ്റത്ത് മഹാനായ മർഹൂം നൂറുൽ ഉലമ നവ്വറല്ലാഹു മർക്കദ മൂപ്പര് ഭൗതിക ധാർമ്മിക സമുന്നത വിദ്യാഭ്യാസത്തിന് പ്രാരംഭം കുറിച്ചു. അതിൻ്റെ ശേഷം അതിൻ്റെ തൊട്ടടുത്ത പ്രദേശത്തായിക്കൊണ്ട് സയ്യിദ് ത്വാഹിറുൽ അഹദൽ തങ്ങൾ മറ്റൊരു സ്ഥാപനത്തിന് തുടക്കം കുറിച്ചു. അതിൽ പിന്നെ മഹാനായ മർഹൂം സയ്യിദ് ഉമറുൽ ഫാറൂഖ് നവ്വറല്ലാഹു മർക്കദ മൂപ്പര് പൊസോട്ട് തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. സയ്യിദുമാരെ സംബന്ധിച്ച് അങ്ങനെ അവർക്ക് ദീനീ പ്രവർത്തനത്തിന് സ്വദേശം ജനിച്ച നാട് തിരസ്കരിക്കാൻ ഒരു വൈമനസ്യവും അവർ കാണിക്കാറില്ല. ചരിത്രത്തിൽ നോക്കിയാൽ ദീനീ നവോത്ഥാനം ഉണ്ടായതൊക്കെ മഹാന്മാര സയ്യിദ്മാരിൽ കൂടിയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്.
أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد